സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാൻ സനൂപ് താവോ. എൻ്റെ ചാനലാണ് ഇത് താവോ ടോക്സ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമം നടത്തുക. ഒപ്പം തന്നെ ഇന്ന് പറയാൻ പോകുന്ന ഒരൊറ്റ പ്രധാനപ്പെട്ട വിഷയം, എല്ലാവരും ഇപ്പോൾ ചെന്താമരയ്ക്ക് പിന്നാലെയാണ്. ഒരു കുടുംബത്തിലെ 3 പേരെ കൊല ചെയ്ത് കാട്ടിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന, അതോ ഏതൊരു പുഴയിലെങ്ങാണ്ട് വീണ് മരിച്ചെന്ന് വിശ്വസിക്കുന്ന ആ ഒരു ചെന്താമയ്ക്കെതിരെയാണ്. എല്ലാവരും ആ ഒരു ചെന്താമരയെ തെരഞ്ഞു പോകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ തെരയുമ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇതെന്തൊരു വ്യക്തി വൈരാഗ്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസിക രോഗമാണെന്നാണ്. പക്ഷെ എന്റെ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് രണ്ടുമല്ല. അദ്ദേഹത്തിന് വ്യക്തി വൈരാഗ്യവുമല്ല, മാനസിക രോഗവുമല്ല. പക്ഷേ ഈ മാനസിക രോഗം തന്നെയാണെന്ന് ഒരു തരത്തിൽ നമുക്ക് പറയേണ്ടി വരും. അത് ഒരു വിശ്വാസത്തിന്റെ മാനസിക രോഗമാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തില് പല ആൾക്കാരും പല വാർത്താ മാധ്യമങ്ങളും തള്ളിക്കളയുന്ന ഒരു വാർത്ത തന്നെയാണ്. നമ്മളെല്ലാവരും ഈ അടുത്ത സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ചെന്താമര ആ കുടുംബത്തിലെ ഒരാളെ കൂടി കൊന്നിരുന്നു. അത് ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 4-5 വർഷങ്ങൾക്ക് മുമ്പ് കൊന്ന ആ ഒരു സ്ത്രീയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു? പറയുന്നത് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതം വളരെ പെട്ടെന്ന് തകരുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു ക്രിമിനൽ മെന്റാലിറ്റി ആയിരിക്കാം. ആ ഒരു കുടുംബം തകരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയും മകളും ഇദ്ദേഹത്തെ ഇട്ടേച്ച് പോകുന്നു. ഇയാൾ ഇട്ടേച്ച് പോയതിനു ശേഷം അതിനു മുമ്പും ആ വീട്ടിലത്തെ ലൈറ്റ് മുഴുവൻ അടച്ച് ചുറ്റുഭാഗത്തുള്ള ആളുകളെ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ കേട്ടത്. എന്തിനാണ് അദ്ദേഹം ചുറ്റുഭാഗത്തുള്ള ആളുകളെ നിരീക്ഷിച്ചത്? ആരും അന്വേഷിച്ചിട്ടില്ല. എന്നാൽ അതിലേക്ക് മുഴുവൻ വെളിച്ചം വീശുന്ന രീതിയിൽ ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. പലരും അത് അങ്ങോട്ട് മായ്ച്ചു കളയുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്. കാരണം ഈ ഒരു കേസിൽ നമ്മൾ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ തെരഞ്ഞു പോകേണ്ടത് ഈ ഒരു ചെന്താമരയല്ല. ചെന്താമരയെ ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച വേറൊരു മനുഷ്യനുണ്ട്. അതൊരു കൈനോട്ടക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കവിടി നിരത്തൽക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ജ്യോതിഷി. ഇങ്ങനെയൊക്കെ വിളിപ്പേരുള്ള ഒരു മൊയന്താണ് അദ്ദേഹത്തിന് അതിനു വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ മൊയന്ത് എന്നൊക്കെ വിളിക്കുന്നത് ഇത്തരത്തില് ആളുകളുടെ ഇമോഷനെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്ത് അവരുടെ പണം വാരിക്കൊണ്ട് ജീവിക്കുന്ന, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് വിശ്വസിപ്പിച്ച് നടക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള കവിടി നിരത്തലുകാര്, ജ്യോതിഷികള് നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരം ജ്യോതിഷികളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് കേട്ടിട്ടില്ലെങ്കിൽ ആ വാർത്തയിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ദുർമന്ത്രവാദം ചെയ്തുവെന്ന് വിശ്വസിച്ചാണ് ചെന്താമര അരുംകൊലകൾ നടത്തിയതെന്ന് കണ്ടെത്തലുണ്ട്. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ 10 മണിക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ഗോകുൽ VS ചേർന്നുണ്ട്. ഗോകുൽ, ഈ അടക്കം പറയുന്നത് ഇത്തരത്തിൽ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു, തങ്ങളെ അടക്കം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ള നിരവധി ഭീഷണികൾ ഈ പ്രദേശവാസികൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കുറച്ചു നേരം മുൻപ് ചെന്താമരയുടെ ഒരു അമ്മാവനെ പരമേശ്വരനെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഈ ചെന്താമരയിൽ നിന്നുണ്ടായിരുന്നു. അത് നീങ്ങി നിന്നിരുന്നപ്പോൾ ചെന്താമരയുടെ അമ്മാവൻ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കൂടി ചോദിക്കാം. ഇത്തരത്തിൽ കഴിഞ്ഞ പല കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ കുടുംബത്തിനടക്കം ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മാവൻ പരമേശ്വരൻ കൂടിയുണ്ട്. ചേട്ടാ, ഈ ഇത്തരത്തിൽ ചെന്താമര നിരന്തരം നിങ്ങളടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു? ഞങ്ങളുടെ അടക്കം ഭീഷണി, ആദ്യം ഞങ്ങളുടെ ഭീഷണി ജയിലിൽ കിടക്കുമ്പോഴടക്കം പോലീസുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു ഡ്രൈവറുണ്ട്, ഇന്നലെ ഇത് സംഭവിക്കുന്ന എന്നോട് പറഞ്ഞു. ഒരു ഡ്രൈവറിന് അവനെന്നെ അറിയില്ല. ഒരു ഡ്രൈവറുണ്ട്, അവന്റെ ഭാര്യനെയാണ് വട്ടാവട്ട് പറഞ്ഞിട്ടായിട്ടത്. ആ ജയിലിൽ പറഞ്ഞിട്ട് ജയിലില് അയാള് നമ്മുടെ ഒരു ബന്ധുവായതുകൊണ്ട് വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ അവൻ ഇവിടെ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അന്ധവിശ്വാസത്തിന് പുറത്താണ് ഈ കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകം നമുക്ക് അന്ധവിശ്വാസം പട്ടണം കൊണ്ട് പറ്റിയത് എന്ത് അന്ധവിശ്വാസം? അന്ധവിശ്വാസം പോലെ ഭ്രാന്തനാണല്ലല്ല. അവൻ നല്ല മുടി നീട്ടി ഫ്രീ ആണ് പറഞ്ഞിട്ട് ഒരു പണിക്കര് പറഞ്ഞിട്ടാണ് കുളിച്ചിട്ട് പോയിപ്പോ ഉള്ളി കയറിയത് പോയത്. മുടി നിൽക്കലാണ് തോന്നുന്നത്, വെട്ടിയിട്ട് അവളിന് കൊന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഭാര്യനെ കൊന്നത്. അങ്ങനെയാണ് ഈ ഒരു ആളുടെ, ഇപ്പോൾ മരണപ്പെട്ട ആ ഒരു വ്യക്തിയുടെ ഭാര്യ 4 വർഷം മുമ്പ് ഇതേ മനുഷ്യൻ കൊല ചെയ്തതാണ്. എന്തായാലും ഇങ്ങനെ കൊലപാതകത്തിലൊക്കെ ഇത്തരം മാനസിക പ്രശ്നങ്ങളുമായിട്ട് ജയിലൊക്കെ നിൽക്കുന്ന ഇത്തരം ആളുകൾക്കൊക്കെ ഈ നീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരോൾ അനുവദിക്കുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ അതിനെ തൊഴുതു നിൽക്കേണ്ടി വരും. ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയുന്നത്. കാരണം ഇത്തരം ആളുകളൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വരാതെ അങ്ങനെ നിൽക്കണം. നോക്കിക്കോളൂ, ഇപ്പൊ 2 കൊല കൂടി ചെയ്തിരിക്കുന്നു. ഇതേ വ്യക്തി ജയിലില് കിടന്ന് ഇനി ഇറങ്ങും, പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങാത്ത വിധം ജീവിതകാലം മുഴുവൻ എങ്ങനെ
ജയിലിൽ അങ്ങനെ ഇടാം എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്തൊക്കെ അതിനൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ ഒരു രക്ഷയില്ല, നമ്മുടെ സിസ്റ്റം ഭയങ്കര പ്രശ്നമെന്നൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്തൊക്കെയായാലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്, ആദ്യത്തെ കൊല ചെയ്യാനുണ്ടായ കാരണം ഏതൊരു ജ്യോതിഷി ഈ മനുഷ്യനോട് പറഞ്ഞത്രേ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, നിങ്ങളെ ഭാര്യയും മക്കളും നിങ്ങളെ വിട്ടുപോകാൻ കാരണം ഒരു മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ്. മുടി നീട്ടി വളർത്തിയ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരിക്കും? ഈ മുടി നീട്ടി വളർത്തി എന്ന് പറയുന്നത്, ഈ സ്ത്രീകളെ മുടി നീട്ടി വളരില്ലാതെ പിന്നെ എങ്ങനെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ? അപ്പൊ അങ്ങനെ മുടി നീട്ടി വളർത്തിയ സ്ത്രീയാണ് നിങ്ങളുടെ ഈ ഒരു കുടുംബത്തിലെ അപജയങ്ങൾക്കെല്ലാം കാരണമെന്ന് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അത് വിശ്വസിച്ച, ആ ജ്യോതിഷ് പറഞ്ഞത് അങ്ങനത്തെ തലയിൽ കയറ്റുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു സംശയമില്ല. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മുഴുകി നിൽക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് പലർക്കും ഇത്തരത്തിലുള്ള ആളുകളെ നേരിട്ട് പരിചയമുണ്ടായിരിക്കാം. നിങ്ങളെ പരിസര പ്രദേശത്തില്, നിങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം അന്ധവിശ്വാസമായി നടക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയായാലും മുടി നീട്ടി വളർത്തിയ ഒരാളാണ് തൻ്റെ ഈ ഒരു ജീവിത പ്രശ്നങ്ങൾക്കെന്ന് തിരിച്ചറിഞ്ഞ ഈ വ്യക്തി രാത്രികളില് പകലുകളില് ലൈറ്റ് എല്ലാം ഓഫാക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരിക്കൽ കുളിച്ച് തിരിച്ചു വരുന്ന സമയത്ത്, കുളത്തിലെങ്ങാൻ പോയിട്ട് കുളിച്ചു വരുന്ന സമയത്ത് മുടി നീട്ടി വളർത്തിയ ആ ഒരു സ്ത്രീയെ കണ്ടത്. സ്വന്തം അയൽവാസി, അവളാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അയാൾ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അയാൾ തിരിച്ചറിഞ്ഞിട്ട് വെട്ടിക്കൊന്നു കളഞ്ഞു. അങ്ങനെയാണ് ഈ ചെന്താമര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ജയിലിലാകുന്നത്. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു, പരോൾ അനുവദിക്കുന്നു. പരോൾ അനുവദിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് താക്കീത് നൽകുന്നു. താക്കീത് നൽകി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ചെന്താമര. എന്ത് ബോഷ്കം ആലോചിച്ച് നോക്കി. ഇത്തരം ആളുകൾ ഒന്നുകിൽ പുറത്തു വിടാതിരിക്കുക, അല്ലെങ്കിൽ കരുതൽ തടങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിടുക. പക്ഷേ പുറത്തു വിടുന്നു, ആ 2 പേരെ കൂടി കൊന്നുകളയുന്നു. അന്ധവിശ്വാസത്തിന്റെ പുറകിൽ മാത്രമാണ്. അവർ കൂടി തൻ്റെ ആ ഒരു ജീവിത പ്രശ്നങ്ങൾക്ക് കാരണമാണ്. താൻ കൊലപാതകയാവാൻ കാരണം ഒരു പക്ഷേ ആ ഒരു മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവും മകനുമായിരിക്കും എന്നൊക്കെ വിശ്വസിച്ചു. ആ കുടുംബം മുഴുവനാണെന്ന് വിശ്വസിച്ചടക്കുന്ന ആളുകളാണ്. അവിടെ തീരുന്നില്ല. അങ്ങനെ മുടി നീട്ടി വളർത്തി അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ ഇയാൾ നടന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അവിടെ തന്നെയുള്ള ഒരു സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്. അവരെ കൂടി വെട്ടുമെന്നാ പറഞ്ഞു പോയിരിക്കുന്നത്. നോക്കിക്കോളൂ. ഒന്ന് കാണിച്ചു തരട്ടെ, നീ എന്ത് സെറ്റപ്പ്, നീ നിന്റെ പാട് നോക്കിക്കോ. എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാവട്ടെ. ഒരു വടിവാള് കാണിച്ചു, ഒരു കൊടുവാള് നീളമുള്ള ഒരു വടിവാള് കാണിച്ചു. ഇതാണ് എന്റെ സെറ്റപ്പാണ്. നീ ഇത്ര മിണ്ടാണ്ടിക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒന്നും നിൽക്കണ്ട എന്നും പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞങ്ങളുടെ അവിടേക്ക് അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇങ്ങനെ മുക്കിന് പറയാണ്, ഇനിയിപ്പോ എന്നെ പൂശണം, ഈ കുട്ടിനെ പൂശണം. ഇതാണ് ഭീഷണി. മകളെയല്ല, ഇവളെ എങ്ങനെയുണ്ട്? ഇത്തരം ആളുകളൊക്കെ പൂശണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലണം എന്നാണ് അവര് ഉദ്ദേശിക്കുന്ന അർത്ഥം. അങ്ങനെ കൊന്നു കളയണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ചെന്താമര എന്ന് പറയുന്ന വ്യക്തി അടക്കുന്നത്. മുടി നീട്ടി വളർത്തി എന്ന് പറയുന്നത് സ്ത്രീകൾ, പുരുഷന്മാരല്ലല്ലോ. അപ്പോൾ ആ ഒരു ജ്യോതിഷിയുടെ വാക്കിന്റെ പുറത്താണ് ആ ഒരു ചെങ്ങാതി ആദ്യത്തെ കൊലപാതകം നടത്തിയത്. അതിന്റെ പുറകിൽ വീണ്ടും കൊലപാതകം ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ആ മനുഷ്യൻ മാറിപ്പോയെന്നർത്ഥം. അങ്ങനെ മാറിപ്പോയിട്ട് ഒരു തരത്തിലുള്ള ഒരു ഭ്രാന്തമായ, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ടീമിന്റെ ഒരു സ്വഭാവത്തിലേക്ക്, അത്തരം ഒരു മനുഷ്യരുടെ സ്വഭാവത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ടെന്ന് ഒരു വ്യക്തി കൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ മരിക്കുള്ളൂ കണ്ട പുള്ളി പോയത് പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു? അതൊന്നും എനിക്കറിയില്ല. എന്താണ് കാരണം? കാരണം എന്താ ഏട്ടാ, അയാളുടെ മുൻ വൈരാഗ്യം എന്നാ പറയുന്നത്. അയാളുടെ എന്താണ് വളർച്ച. അയാളിപ്പോ പെട്ടെന്ന് വീട് വെച്ചു, പിന്നെ മോളെ കെട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു എന്താ പറയാ, അതിന്റെ വളർച്ച താത്താൻ വേണ്ടി തൊട്ട വീട്ടുകാർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാ പുള്ളിയാണ് പറയുന്നത്. ഇയാളെ വളർച്ച തടസ്സപ്പെടുത്താൻ തൊട്ട വീട്ടുകാർ എന്തൊക്കെ ചെയ്തു? ഈ എന്തൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മന്ത്രവാദം ചെയ്തു. അങ്ങനെ മന്ത്രവാദം ചെയ്തെന്ന് വിശ്വസിച്ച ഈ ഒരു വ്യക്തിയാണ് ആ 2 പേരെയും ഇപ്പോൾ കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നത്, ആ മന്ത്രവാദം ചെയ്തു എന്ന് ഇദ്ദേഹത്തെ വിശ്വസിപ്പിച്ച ജ്യോതിഷയുണ്ടല്ലോ, കണ്ടെത്തണം. അദ്ദേഹത്തെ കൂടി ഈ ഒരു കൊലപാതകത്തിന്റെ കാരണക്കാരനായിട്ട് ആ ഒരു കേസിൽ കുടുക്കുക തന്നെ വേണം. ഇത്തരം ആളുകളൊന്നും സ്വൈര ജീവിതം നയിച്ചു പോരുത്. കാരണം ഇന്ന് ഈ ഒരു വ്യക്തിയെ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക്, കൊലപാതകം എന്ന് പറയുന്ന അതൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ ജീവിതത്തിന് കാരണക്കാരനായിട്ടുള്ള മുടി നീട്ടിവെച്ച ആളാണ്, തൊട്ട അയൽവാസിയാണെന്ന് ഇയാൾ വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കൊന്നു കളയാൻ പോകുന്നു. ഇത് പക്ഷേ ജ്യോതിഷ് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കില്ല ഇയാൾ ഇങ്ങനെ കൊന്നു കളയുന്നു.
പക്ഷേ ഇത്തരം വാക്കുകളൊക്കെ ചില ആളുകൾ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്തരം ജ്യോതിഷികളെയാണ് ഒരു അർത്ഥവുമില്ലാതെ, ഒരു അന്തവുമില്ലാതെ, ഒരു കുന്തവും അറിയാതെ എന്തെങ്കിലുമൊക്കെ അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്ന ഇത്തരം ജ്യോതിഷികളെ കൂടി ഇത്തരം കേസുകൾ, കൊലപാതക കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എത്ര പേര് ഇത് അംഗീകരിക്കുന്നു അറിയില്ല. എന്തായാലും സുഹൃത്തുക്കളെ, വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് ഒന്നെഴുതാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഇത്രയ്ക്ക് ഭീകര അന്ധവിശ്വാസികൾക്ക് ദയവേത് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എന്താണ് അവരുടെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. ബൈ.